ഇപ്പോഴത്തെ സക്സസ് റേഷ്യോ ഇനി ബാക്ക് ടു 10 years ബാക്ക് തിയേറ്റർ റൺ അല്ലാതെ നമുക്ക് വേറെ ഒരു ഗിമിക്കും ഇല്ല ഇതില്. പക്ഷേ തിയേറ്റേഴ്സിൽ ചേട്ടാ അത് ഇപ്പോഴും നമുക്ക് ഒരു ലോങ് റൺ ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ 10-15-20 ഞാൻ പണ്ട് നമ്മൾ 100 ദിവസം വരണ കളക്ഷനാണ് ഇപ്പൊ വേണമെങ്കിൽ ഒരു 5-6 days ഇപ്പൊ ലോഗോയുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, 10 days എത്ര ഉണ്ട് വേൾഡ് വൈഡ് ഗ്രോസ്. ഇപ്പൊ അവര് തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തല്ലോ. അത്രയും മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു. കാരണം പണ്ടൊക്കെ ഒരു പടം 6 years ബാക്ക് ഒരു തിയേറ്ററിലായിരിക്കും. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ശ്രീമാലാണെങ്കിൽ ശ്രീമാല മാത്രം പടം കളിക്കും. ഇപ്പൊ എറണാകുളത്താണെങ്കിൽ കവിത അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷെണൈസിലെ ഏതെങ്കിലും ഒരു പടം കളിക്കും. ഇപ്പം അതേ പടം ട്രിവാൻഡ്രത്ത് 40 സ്ക്രീനിൽ കളിക്കുന്നില്ല. അപ്പൊ 40 ദിവസത്തെ ഓഡിയൻസ് ഒറ്റ ദിവസത്തിൽ കയറുന്നില്ല. ഇതാണ് ഒരു പടം ഓടിയാൽ 3 ദിവസത്തില് ആ കളക്ഷൻ മൊത്തം ഒരു 50 ദിവസത്തെ കളക്ഷൻ വേണമെങ്കിൽ കിട്ടും. പഴയ ഇത് നോക്കിയാൽ 7 days പടം കൊള്ളാമെങ്കിൽ ബേസിക് ആയിട്ട് ഇത്രയേ ഉള്ളൂ. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല. ബേസിക് ഒരാൾക്ക് ഹിറ്റ് അടിച്ച വേറെ ഒന്നും നോക്കാനില്ല. 5 ദിവസം ചാക്കല്ലായിട്ട് ഹാപ്പി ആയിട്ട് ദുൽഖർ ഇപ്പൊ ഇരിക്കണ പോലെ. പക്ഷെ അതുപോലെയുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ പൈസ വരണം, എന്നാലേ അവർക്ക് അടുത്ത ലെവലിൽ ഒരു സാധനം ഡ്രീം ചെയ്യാൻ. സത്യം കേട്ടോ. കാരണം ഇപ്പൊ ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ നമ്മൾ ഈ ലോകേഷ് യൂണിവേഴ്സ് ഒക്കെ കണ്ടിട്ട് നമ്മളിലേക്ക് ഒരു സാധനം വരിക എന്ന് പറയുന്നത് വന്നില്ലേ ഇപ്പൊ. അതിന്റെ ഒരു ഹൈ ഉണ്ടല്ലോ. ഇപ്പൊ തിയേറ്റേഴ്സിൽ തന്നെ ഒരു ക്യാമിയോസ് ഒക്കെ കണ്ട് ഇപ്പൊ പ്രൊമോഷൻ ഇല്ലാതെ കഴിഞ്ഞ വർഷം ഓണത്തിന് ഇറങ്ങിയാണ് കിഷ്കിന്താഘാതം. ഇതേപോലെ ആസിഫിന്റെ ഒരു പ്രൊമോഷനും ഇല്ലാതെ ലാസ്റ്റ് ഒരു 3 ദിവസം മുമ്പ് എന്താണ് ട്രെയിലർ ഇടുന്നത്. ആ പടം പോയ പോക്കുണ്ടല്ലോ. അതും ഒരു ട്രില്ലർ അല്ലെങ്കിൽ അത് ട്രില്ലറാണ് പോലും മാർക്കറ്റ് ചെയ്യില്ല. നമ്മളടുത്ത് ഒരു ഫാമിലി ഡ്രാമ പോലെയാണ് അത് കൺസിഡർ. തിയേറ്ററിൽ പോയപ്പോഴാണ് ഇത്ര ഇമോഷൻ സസ്പെൻസ് എല്ലാം ഉണ്ടെന്ന്. പെട്ടെന്ന് അന്ന് സെക്കൻഡ് ഷോ ഇട്ടിട്ട് പെട്ടെന്നാണ് ആ പടം ഫുൾ ഹൗസിൽ പോയത്. ഒരു 10 days ഈക്വലി വേറെ ഓപ്പോസിറ്റ് പടങ്ങളുടെ കൂടെ കളക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത്. സക്സസ് ഫെയിലിയർ എന്ന് പറഞ്ഞതുകൊണ്ട് കൂടി ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ബബ്ബ അതിൻ്റെ ട്രെയിലർ വന്ന് ഇതാവുന്നു. എനിക്കറിയാം റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പറയാൻ പാടില്ല എന്നൊക്കെ ഞാൻ കേട്ടു ഇൻസൈഡ് ആയിട്ട്. പക്ഷേ ലാലേട്ടൻ ഉൾപ്പെടെ ഭയങ്കര, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹം കഴിഞ്ഞ 2 അഭിമുഖങ്ങളിലും വേറെ ചാനലിലൊക്കെ പോയിട്ട് പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നത്. ഞാനങ്ങനെ ലാലേട്ടൻ ഒരു സിനിമയെ പറ്റി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത് കുറേ നാളായി കേട്ടിട്ട്. അപ്പോൾ ലാലേട്ടൻ ഇത് പറയുമ്പോഴേക്കും എന്തോ ഒരു സംഭവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തെങ്കിലും എനി ഡീറ്റെയിൽസ് ഇല്ല. എനിക്ക് അതിന്റെ ഡയറക്ടറോട് ചോദിക്കാണ്ട് അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റില്ല. അസിസ്റ്റന്റ് അല്ലേ? അല്ല, അത് പറയാൻ പറ്റില്ല. ധനഞ്ജയ് ഡയറക്ടർ അല്ലേ, ഞാൻ അവന്റെ കീഴിൽ ജോലി ചെയ്യല്ലേ ഇതില്. അപ്പോൾ അവനോട് ചോദിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമല്ലോ. അല്ലല്ല, എന്റെ പടത്തിനെ പറ്റി ചോദിച്ചാൽ ഞാൻ പറയാം. അത് ഒരു പാട്ട് കഴിഞ്ഞ കാര്യമല്ല, ആ സിനിമ പാട്ട് കഴിഞ്ഞ കാര്യം അറിയാം. അല്ല, അത് നന്നായിട്ട് വരണം എന്ന് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ല, അത് എപ്പോഴും റിലീസ്, ദീപാവലി റിലീസ് അവര് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴത്തേക്കാന്ന് എനിക്ക് അറിയില്ല. ഓക്കെ. ഇപ്പം ഈ പടത്തിന് ഇപ്പം നിങ്ങളുടെ കരങ്ങൾ അല്ലാതെ ഉണ്ടായ ഒരു സപ്പോർട്ടിങ് കരങ്ങൾ ആരൊക്കെ ആയിരിക്കും? ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളൊരു ടീമായിട്ട് വരുന്നു, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതല്ലാണ്ട് നിങ്ങളുടെ അതേ ടീമാണ്. ഇപ്പം രഞ്ജൻ ചേട്ടനായിരിക്കും മിക്കവാറും എഡിറ്ററും. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു റാപ്പും ഉണ്ടാവും. ഷാനും കെയും അതുപോലെ തന്നെ ജോമോനും ഉണ്ട്. നിങ്ങളുടെ സെയിം ടീം റാപ്പോ ക്രൂ. പക്ഷേ ജോ ആയിട്ട് ഞാനിപ്പോൾ ജേക്കബിന്റെ സ്വർഗരാജ്യം കഴിഞ്ഞിട്ട് ഇപ്പോഴാണല്ലേ ഷാനും ജോ ആയിട്ട് ഞാൻ പിന്നെ വർക്ക് ചെയ്യുന്ന ഇതിലാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ എപ്പോഴും ഒരുമിച്ചുള്ളതുകൊണ്ടോ അങ്ങനെയുള്ള. പക്ഷെ ഞാനും ജേക്കബ് എപ്പോഴായിരുന്നു 2016 9 വർഷമായി ഞാനും ഷാനും ഡയറക്ട് ചെയ്ത പടത്തിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട്. അതേപോലെ തന്നെയാണ് ജോ. കഴിഞ്ഞ പടത്തിൽ ആക്ട് ചെയ്തു വർഷങ്ങൾക്ക് ശേഷം. ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരുമിച്ച്. ഹൃദയം അവന്റെ വീട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഷാന്റെ വീട്ടില് അല്ലല്ല, കല്യാണിയുടെ വീടായിട്ട് കാണിച്ച ഷാന്റെ വീട്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ അവനെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് സ്റ്റേജ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ പടത്തിൽ ഒരുമിച്ച് ചെയ്തിട്ട് 9 വർഷമായി.